ചൂടത്ത് നമുക്ക് നല്ല അടിപൊളി ഒരു തണ്ണിമത്തൻ ജ്യൂസ് കുടിച്ചാൽ എങ്ങനെയായിരിക്കും? വാ, എങ്ങനെ നമുക്ക് ജ്യൂസ് അടിക്കുന്നത് നോക്കിയല്ലേ. ആ, അടിപൊളി തണ്ണിമത്തൻ, സൂപ്പർ. നല്ല മധുരമുണ്ട്. നല്ല ഐസൊക്കെ ഇട്ട് ജ്യൂസാക്കി എടുക്കാം. ഇങ്ങനെ അടിയണം, കുഞ്ഞു 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 കുഞ്ഞുകുനാന്നും പറഞ്ഞ്. നമുക്കൊരു ആശുപത്രി പോയപ്പോൾ അവിടെ തണ്ണിമത്ത, എവിടെ നോക്കിയാലും തണ്ണിമത്ത. അപ്പം നമ്മൾ വിചാരിച്ചു ഒരു തണ്ണിമത്ത അങ്ങ് വാങ്ങിച്ച് അങ്ങ് ജ്യൂസ് അങ്ങ് കുടിക്കാമെന്ന്. കടയിൽ പോകണമെങ്കിൽ ഒരു ജ്യൂസിനൊക്കെ 50 രൂപയൊക്കെ കൊടുക്കണം. ഒരു തണ്ണിമത്തം വാങ്ങിക്കുകയാണെങ്കിൽ 2 ദിവസം നമുക്ക് സുഖമായിട്ട് എടുക്കാം, എല്ലാവർക്കും കുടിക്കാൻ. ഒരു വീട്ടിലുള്ളവർക്ക് മൊത്തം കുടിക്കാം നമുക്കൊരു ജ്യൂസ്. ഇപ്പോൾ ചൂടാക്കിയല്ലേ, നമുക്ക് നല്ല അടിപൊളി ഒരു തണ്ണിമത്തം ജ്യൂസ് നോക്കാം. നല്ല കണക്ക് കുഞ്ഞു കുഞ്ഞുനാന്നും പറഞ്ഞ് അരിഞ്ഞിട്ട് തണ്ണിമത്തനെല്ലാം നല്ല കണക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമ്മളൊരു മിക്സി ജാറിനകത്ത് ഇട്ട് കൊടുക്കാം. വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട, കുറേശ്ശെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര അങ്ങ് ഇട്ട് കൊടുക്കാം. മധുരം ആവശ്യമാണെങ്കിൽ ഇച്ചിരി കൂടുതലിടാം. മധുരം കുറവാണെങ്കിൽ ഇങ്ങനെ പൊട്ടിക്കണം, ഇങ്ങനെ ഇടണം, ഇങ്ങനെ ഇടണം, ചടക്കണം. നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസ് അടിച്ചിട്ടുണ്ട്. നല്ല കണക്ക് ഇങ്ങനെ അരിച്ചെടുക്കാം. അരിച്ചെടുക്കണ്ടെങ്കിൽ അരിച്ചെടുക്കണ്ട, അരിവരിപ്പ് വേണ്ടെങ്കിലും. അപ്പം നമ്മുടെ അടിപൊളി തണ്ണിമത്തൻ ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി രുചിയാണ്. അപ്പം നമുക്ക് കുടിച്ചു നോക്കിയാലോ. ഒരു അടിപൊളി തണ്ണിമത്തൻ ജ്യൂസാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.